2026 ക്രെഡിറ്റ് കാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഡീവാലുവേഷന്റെ വർഷമാണ്. കേവലം 2 മാസം പിന്നിടുമ്പോൾ തന്നെ ഫെഡറൽ സ്കേപ്പിയ, SBI ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്, ഇൻഡസിൻ ക്രെഡിറ്റ് കാർഡ്സ്, HDFC ഇൻഫിനിയ തുടങ്ങിയ ഒരുപിടി കാർഡുകൾ ഡീവാലുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്കിടയിലും ഒരു കാർഡ് ഡീവാലുവേഷന് പകരം റീവാലുവേഷൻ നടത്തി കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. കേവലം റീവാലുവേഷൻ മാത്രമല്ല, അതിലൊരു ചെറിയ കുരുക്ക് കൂടി അവർ ഇട്ടിട്ടുണ്ട്. സോ ജൂപ്പിറ്റർ CSBയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്റ്റാക്കിലെ ഏറ്റവും പുതിയ അഡീഷനാണ് ജൂപ്പിറ്റർ CSB ക്രെഡിറ്റ് കാർഡ്. ഒരു ഹാഫ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ലുക്ക് തന്നെ ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ജൂപ്പിറ്റർ ആപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മെർച്ചൻറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ ഒരു മാസം 10% അപ് ടു 1500 വരെ ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു ക്യാച്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മെർച്ചൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് 500 ആണ്. സോ 3 മെർച്ചൻറ്റുകളിൽ നിന്ന് നമുക്ക് 500 ക്യാഷ് ബാക്ക് വീതം നേടി 1500 മന്ത്ലി ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ജൂപ്പിറ്റർ കാർഡിനെ റിലേ ചെയ്യുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങിയ മെർച്ചൻറ്റുകളിൽ നിന്ന് ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങിക്കുന്നതിനാണ്. സോ ഒരു മാസം 5000 റുപ്പീസ് വരെ ഗിഫ്റ്റ് കാർഡ് വാങ്ങിച്ചാൽ അതിൽ 500 റുപ്പീസ് വരെ ക്യാഷ് ബാക്കായി നമുക്ക് നേടാൻ സാധിക്കും. എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം മന്ത്ലി ക്യാഷ് ബാക്ക് 1500 എന്നുള്ളത് 2000ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെർച്ചന്റ് ക്യാപ്പ് ആയിരുന്ന 500 600ലേക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച കുരുക്ക് ഇവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന മാക്സിമം ക്യാഷ് ബാക്ക് 200 ആക്കിയിട്ടുണ്ട്. അതായത് 2000 റുപ്പീസ് മാത്രമാണ് ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ഒരാൾക്ക് ചെയ്യാനാവുന്നത്. അതിനു മുകളിൽ എത്ര ട്രാൻസാക്ഷൻ നടത്തിയാലും 200 റുപ്പീസ് വരെ മാത്രമേ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആമസോണിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിച്ചാൽ ഒരാൾക്ക് 600 റുപ്പീസ് വരെ മന്ത്ലി ക്യാഷ് ബാക്ക് ലഭിക്കും. എന്നാൽ പുതിയ നിയമപ്രകാരം 6000 റുപ്പീസ് ഒറ്റയടിക്ക് നമ്മൾ സ്പെൻഡ് ചെയ്താൽ 600 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടില്ല. പകരം 2000ൻ്റെ 3 പർച്ചേസുകളായിട്ട് നമുക്ക് നടത്തണം. അതായത് 200 × 3 ക്യാഷ് ബാക്ക്, അതാണ് 600 ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് ട്രാവൽ സ്പെൻഡിൻ്റെ കേസിലാണ്. ട്രാവൽ സ്പെൻഡുകളിൽ 5% ആണ് ജൂപ്പിറ്റർ കാർഡ് നിലയിക്കൊണ്ടിരുന്നത്. എന്നാൽ ജൂപ്പിറ്ററിൻ്റെ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് ബുക്കിങ്ങുകൾക്കും ഹോട്ടൽ ബുക്കിങ്ങുകൾക്കും 7% വരെ ഇനി ക്യാഷ് ബാക്ക് ലഭിക്കും. മറ്റ് ട്രാവൽ സ്പെൻഡുകൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. മന്ത്ലി ക്യാപ്പ് 1000 ആണ്, അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. സോ ഈ മാറ്റങ്ങളൊന്ന് സമ്മറൈസ് ചെയ്താൽ, നേരത്തെ ജൂപ്പിറ്റർ ആപ്പിൽ കൊടുത്തിരിക്കുന്ന മെർച്ചൻറ്റുകളിൽ 10% ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്ന മെർച്ചൻറ്റുകൾക്ക് മന്ത്ലി മാക്സിമം ലഭിക്കുക 1500 ആയിരുന്നു. അത് 2000ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു മെർച്ചൻറ്റിൽ നമുക്ക് മാക്സിമം ലഭിക്കുക 500 റുപ്പീസ് ആയിരുന്നത് 600ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, ട്രാവൽ സ്പെൻഡുകൾക്ക് 5% ആണ് നേരത്തെ ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ജൂപ്പിറ്റർ ആപ്പിലൂടെയുള്ള ഫ്ലൈറ്റ് ബുക്കിങ്ങുകൾക്ക് 7%ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മന്ത്ലി ക്യാപ്പ് 1000 ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മന്ത്ലി ക്യാഷ് ബാക്ക് ക്യാപ്പ് ഇൻക്രീസ് ചെയ്തതും മെർച്ചൻറ്റിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതും നമുക്ക് ഗുണം തന്നെയാണ്. എന്നാൽ അതിനൊപ്പം ട്രാൻസാക്ഷൻ ലിമിറ്റ് വെച്ചത് പല രീതിയിലും നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പോക്കിൽ പ്ലാൻ ചെയ്ത് 2000ൻ്റെ മൾട്ടിപ്പിൾസായി മാത്രം പർച്ചേസ് ചെയ്യുക. ഓൺലൈൻ ഷോപ്പിംഗ് ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കയ്യിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജൂപ്പിറ്റർ CSB അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.